വിചാരിക്കും ഇത്രയേ ഉള്ള ഭരണിയായിരിക്കും, അതിനകത്ത് ഞാൻ ഉപ്പുമാങ്ങ ഇട്ട് വയ്ക്കാം എന്നൊക്കെ മമ്മി വിചാരിക്കും. പക്ഷെ വന്ന് ഇനി ഇത്രയുള്ള ഇന്നിങ്ങ ഭരണിയായിരിക്കും. മമ്മി ഇല്ലാത്തതുകൊണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മമ്മി ഉണ്ടെങ്കിൽ എല്ലാ ബോക്സിനകത്ത് എന്നാ ഇത് കൊച്ചിന് ആവശ്യമുള്ള കാര്യമാണോ, അല്ല ഇത് ആവശ്യമില്ല. ആദ്യം തന്നെ ഒരു പരാതി കുറച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആഴ്ചയും പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ട്, എനിക്ക് മാത്രം എത്ര നേരമായിരുന്നു ഈ പെട്ടികളെല്ലാം വെച്ചോണ്ടിരിക്കാൻ. ഇത് എന്നാ ഇത് അൺബോക്സ് ചെയ്യാനാ, അൺബോക്സ് ചെയ്യാൻ വയ്യാണ്ടിരുന്നിട്ട് ഇത് കുറെ സാധനങ്ങൾ നേരം പോക്ക് വേണ്ടേ. ഇത്ര സാധനം ഉണ്ടെന്ന് ഇത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ കത്രിയായിട്ട് എത്ര നേരമായിട്ട് ഇരിക്കുന്നത്. ഈ വയ്യാത്ത കാലം വെച്ചിട്ട് എവിടെയെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാൻ വയ്യാത്ത കാലം എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ. എന്നാ ചെയ്യാം അങ്ങോട്ട്. നേരത്തെ തന്നെ ദേഷ്യം പിടിക്കുക. ഞാൻ ഇതേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെച്ചേക്കും. ഉറുമ്പ് കൂട്ടുന്ന ഉറുമ്പ് കൂട്ടുന്ന പോലെ തിന്നാൻ കൊള്ളുന്ന സാധനം ഞാനോട് കൂടി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാൻ എന്തൊക്കെയായിരിക്കും ഊഹിക്കാലോ. ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഊഹിക്കാലോ. അപ്പോൾ ഇത് മെയിനായിട്ട് നൈക്ക ആമസോൺ പൊതികളാണ്. ഫസ്റ്റ് നമുക്ക് ആമസോണിൻ്റെ പൊതി തന്നെ അൺബോക്സ് ചെയ്യാം. നമ്മൾ ആൺകുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ ഏറ്റവും ഓടിക്കോട്ടെ, നമുക്ക് പറ്റുന്ന ഒരു സാധനം അതിൻ്റെ അകത്തില്ല, പെൺകുട്ടികൾ മാത്രം ഇവിടെ ഇരുന്നാൽ മതി. ഉറപ്പായിട്ടും ഒന്നുമില്ല. ഇത് നൈക്കയുടെ ബോക്സ് മാറിക്കോ, നൈക്ക മാറ്റി വയ്ക്കൂ. നൈക്കയോ? അപ്പൊ ഇത് നൈക്ക എന്താണെന്ന് അറിയില്ല. അറിയാം, അതിനെപ്പറ്റി ക്ലാസ് ഉണ്ട്. പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് ഇവിടെ പകുതി മുക്കാൽ ബോക്സ് നൈക്കാന്ന് എഴുതി വെച്ചാൽ ഇനി അത് എന്താണെന്ന് എന്നോട് പറയണ്ട. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. മിക്കവാറും ഒരു ടീഷർട്ട് ആയിരിക്കും. ഞാൻ ഒരു ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കുള്ളതാണോ? എനിക്കുള്ളത് കേട്ടോ. ആർത്തി പാടില്ല. അതും ഇല്ല. അപ്പൊ ഇല്ല, ആ പ്രതീക്ഷയും പോയി. പടത്തിൽ കണ്ട പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. തോന്നുന്നുണ്ടല്ലോ. ആണോ? ട്രോളല്ലേ ഇങ്ങനെ? ശരിക്കും കട്ടണ ഡിസൈൻ ഒക്കെ പോലെ തോന്നുന്നില്ലേ? ശരിക്കും വെറൈറ്റി അല്ലേ? അതെ, വെറൈറ്റി. സൂപ്പർ അല്ലേ? പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇങ്ങനെയല്ല ആക്ച്വലി ഇത് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇടുമ്പോൾ ഭംഗിയായിരിക്കും തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു HF പശുവിനെ പോലെ ഇരിക്കും ഇത് ഇട്ട് കഴിയുമ്പോൾ. എന്ത് പശു? HF കേട്ടിട്ടില്ല? എനിക്ക് ഈ മൃഗങ്ങളെ പറ്റി വലിയ ഐഡിയ ഇല്ല. അത് ഈ കറുപ്പും വെള്ളയുള്ള പശു, HF പശു. പശുക്കളിക്കും പോകുന്നുണ്ടോ? എനിക്കിത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. കോട്ടൺ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു, സെമി കോട്ടൺ ആണെന്ന് തോന്നുന്നു. ഈ സാധനത്തിന് എന്ത് വില കൊടുത്തു? ഇതിന് ഏകദേശം അല്ല കേട്ടോ. അതെങ്ങനെയാ 2299 രൂപ ഒന്നും ഇതിനില്ല കേട്ടോ. പക്ഷെ MRP നടക്കുന്നത് അങ്ങനെയാണല്ലോ. ഇതിന് 600-700 രൂപ ആ ഒരു റേഞ്ചിലായിട്ടുള്ളൂ. നേരായിട്ടും അതെ, ഇതിന് 700 ആ ഒരു റേഞ്ചിലായിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. കാശ് കളയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ കയറി സാധനം മേടിക്കേണ്ടതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. HF പശു അത് എങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ പ്രോപ്പർ ഡ്രസ് എല്ലാം ചെയ്ത് ഇത് ഇട്ട് വരുമ്പോൾ അടിപൊളിയായിരിക്കും. എന്താണേലും അത് അവിടെ ഇരിക്കട്ടെ. ഇനി അതിനെ ആരും ട്രോളണ്ട കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരും ട്രോളണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ച എൻ്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചാണ്. കുറേ നാൾ മുമ്പ് ഓർഡർ ചെയ്തതാണ്. ഇപ്പം എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. ഇതെങ്ങനെ തുറക്കും? ഒരു ദിവസം ഇത് കൂട്ട് 5-6 പാക്കറ്റ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മറക്കൂല എന്താ ഓർഡർ ചെയ്തെന്നുള്ളത്. ഇതെല്ലാം ആവശ്യ സാധനങ്ങളാണ് കേട്ടോ. നിങ്ങൾ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും വളരെ അത്യന്താപേക്ഷിതമായിട്ട് വരുന്ന സാധനങ്ങളാണ്. സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതേ സംബന്ധിച്ചുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങാറുള്ളൂ. അത് മാത്രമല്ല എനിക്ക് ഒരുപാട് ടീഷർട്ടൊന്നും ഇല്ലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഒരു ടീഷർട്ട് വാങ്ങി പരീക്ഷിക്കാമെന്ന് വെച്ചു. അങ്ങനെ വാങ്ങിയതാണ് ഈ ഷർട്ട്. ഇനി അതിനെ ആരും ട്രോൾ ചെയ്ത്. ഇനി ഇത് തുറന്നു നോക്കാം. ഓ എൻ്റെ അമ്മച്ചി, ഇതെന്നാ ഇത്? എന്നാന്ന് എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഓ പീസാക്കിട്ടോ. ഇതെന്താന്ന് എനിക്ക് തന്നെ ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ ഇത്? ഐഷാഡോ ടേപ്പാണ് ഗായ്സ്. ഐഷാഡോ ടേപ്പാണ്. നമ്മൾ ഐഷാഡോ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്ന ഒരു സാധനമില്ലേ, മാസ്കിംഗ് ടേപ്പ്. നമ്മുടെ പെയിന്റിംഗ് പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന സാധനം. മലയാളത്തിൽ പറയാം. പക്ഷെ ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ടെയിലൊക്കെ കറക്റ്റായിട്ട് വരാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതിന് എത്ര രൂപയായി ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷെ ഇതിന്റെ എല്ലാ വില വിവരങ്ങളും അതുപോലെ ലിങ്കും എല്ലാം ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ നിസ്സാര പൈസക്ക് കിട്ടിയ വലിയ റോള് കിലോ കണക്കിന് കിട്ടിയാനെ. ശരിയാണ്. പക്ഷെ ഇത് ഭയങ്കര കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര ഒരുപാട് സ്റ്റിക്കി അല്ല. നമ്മുടെ ഇതുണ്ടോ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല ഇതായിട്ടിരിക്കും. കണ്ടോ? നന്നായിട്ടിരിക്കും. അപ്പം ഇതിൻ്റെ ഉപയോഗം മനസ്സിലായി കാണുമല്ലോ. പെണ്ണുങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും, ആണുങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഇല്ല.
അപ്പോൾ എന്താണെങ്കിലും ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ നോക്കി എനിക്ക് നേരെ ടൈലിടാനൊക്കെ പറ്റും. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് വേറെയാണ്. അപ്പോൾ അതൊന്നും എല്ലാം നമ്മൾ ട്രൈ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇനി അടുത്തത് നൈക്കയുടെ ബോക്സ്. നൈക്കയുടെ ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം ഗൈസ്. വലിയ ആനകുതിര കാര്യമൊന്നുമില്ല, പക്ഷെ ഇവർ ഇത്രയും വലിയ പെട്ടിക്കകത്തേ തരുള്ളൂ. എന്താണോ എന്തോ കണ്ടോ, ഈ കുഞ്ഞ് ടേപ്പ് വന്ന് ആനമുട്ടം പെട്ടിക്കകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇനി ഇത് നൈക്കയുടെ ബോക്സിനകത്ത് ബില്ലൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. ഇത് എന്തിൻ്റെ ബില്ലാണ്? ഇത് മാമാ എർത്തിൻ്റെ കാജൽ ഞാൻ വാങ്ങിയിരുന്നു, അതിൻ്റെയാണ്. മാമാ എർത്തിൻ്റെ ഈ കാജലിന് വില 256 രൂപയാണ്. ഇനി നമുക്ക് സാധനം കാണാം. വന്നില്ലേ? അപ്പം ഇതാണ് ഞാൻ വാങ്ങിയ കാജൽ. അപ്പം ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒന്ന് കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. എനിക്ക് എന്താണ് ഇത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈഗ്ലാമിൻ്റെ കാജലായിരുന്നു, അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. എന്നാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മാറ്റ് ലുക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അടുത്ത ബോക്സിൽ എന്തോ കാര്യമായിട്ട് കനമുണ്ട് കേട്ടോ, അതും നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. പക്ഷെ മമ്മി ഇല്ലാത്തതുകൊണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. മമ്മി ഉണ്ടെങ്കിൽ എല്ലാ ബോക്സിനകത്ത് എന്നാ ഇത് കൊച്ചിന് ആവശ്യമുള്ള കാര്യമാണോ, അല്ല ഇത് ആവശ്യമില്ല. ആദ്യം തന്നെ ഒരു പരാതി കുറച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആഴ്ചയും പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ട്, എനിക്ക് മാത്രം ഒന്നും മമ്മിക്ക് വരുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ മമ്മി ഫേസ്ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പാത്രമോ എന്തെങ്കിലും ഊടായ്പ സാധനങ്ങൾ ഓർഡർ ചെയ്യും. വീട്ടിൽ വന്ന് ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ച് ചെയ്യുമ്പോൾ ഇത് എന്നത് പട്ടിക്കിട്ട് മമ്മി വിചാരിക്കും ഇത്രയും ഉള്ള ഭരണിയായിരിക്കും, അതിനകത്ത് ഞാൻ ഉപ്പുമാങ്ങ ഇട്ട് വയ്ക്കാം എന്നൊക്കെ മമ്മി വിചാരിക്കും. പക്ഷെ വന്ന് ഇനി ഇത്രയുള്ള ഇന്നിങ്ങ ഭരണിയായിരിക്കും. കഴിഞ്ഞ ദിവസം വേറൊരു സാധനം കൊണ്ടുവന്നായിരുന്നു, മറ്റേ ഈ കൂടൊക്കെ ഒട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ബാറ്ററി ഇട്ടിട്ട് പുറത്തേക്കൊക്കെ ആൾക്കാർക്ക് വാഴക്കവർത്തും ചക്കവർത്തും ഒക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ സീൽ ചെയ്യാനുള്ള ഒരു സാധനം, പ്ലാസ്റ്റിക് കൂട്. പക്ഷെ ആ സാധനം വർക്കിങ്ങേ അല്ല, നല്ല വില കൊടുത്ത് വാങ്ങിയത്. എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ള കടുങ്ങോണി പോലത്തെ സാധനത്തിന് 10-400 രൂപ കണ്ട് കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും നല്ല ബിസിനസ് അങ്ങനെയാണ്, ഇങ്ങനെയുള്ള പ്രായമായിട്ടുള്ള മമ്മിമാരെ പറ്റിക്കുക. അത് ജോയിക്കൂട്ടിന് കളിക്കാൻ കൊള്ളാം, ജോയിക്കൂട്ടിന് കൊടുക്കാൻ കൊള്ളില്ല, അത്രയ്ക്ക് വൃത്തിയായിട്ടുള്ള. പറഞ്ഞപ്പോഴാണ് ഞാനേ ഫോർട്ട് കൊച്ചി പോയപ്പോൾ നമ്മുടെ ഹാൻഡി ആയിട്ടുള്ള ഒരു തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാധനം, അതിന്റെ റിവ്യൂ ഞാൻ ഇടാം കേട്ടോ. പൊള്ളി സാധനമാണ്, മേടിച്ചിട്ട് ഇതുവരെ ഞാനും ചേച്ചിയും മേടിച്ചു 2 എണ്ണം. എന്നിട്ട് അത് ഞങ്ങൾ രണ്ടുപേരും 2 മണിക്കൂർ നോക്കിയിട്ട് ആ സാധനം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ബായി അത് വർക്ക് ചെയ്ത് കാണിച്ചു തന്നേ. അപ്പൊ ഇത് സ്വാതി കോസ്മെറ്റിക്സിന്റെ ഒരു കോണ്ടാക്ട് ലെൻസ് ഞാൻ നേരത്തെ വാങ്ങിയിരുന്നു. അതിന്റെ കോണ്ടാക്ട് ലെൻസ് സൊല്യൂഷനാണിത്. കണ്ടോ, കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രം മനസ്സിലായി കാണും, വേറെയുള്ള ചേട്ടന്മാർക്കൊന്നും മനസ്സിലായി കാണില്ല. എനിവേ കോണ്ടാക്ട് ലെൻസ് ഇല്ലേ കണ്ണിൽ വെക്കുന്ന സാധനം, അത് ഇട്ട് വെക്കാനുള്ള സൊല്യൂഷനാണിത്. കണ്ണിൽ നമ്മുടെ കൃഷ്ണമണിയുടെ നിറം മാറ്റുന്ന സാധനമില്ലേ, ആ സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡെപ്പയ്ക്കകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കണം, ആ വെള്ളമാണിത്. യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആ സാധനമാണിത്. ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 778 രൂപയാണ്. ഇവിടുത്തെ വണ്ടി നമ്മുടെ ഫോർഡ് എൻഡോവറിനല്ലേ ഇത്രയും മെയിൻ്റനൻസ്. പക്ഷെ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ഈ സ്വാതിയുടെ കോണ്ടാക്ട് ലെൻസിന് എത്ര വില എന്നറിയാവോ? 3300 സംതിങ് ആണ് അതിന്റെ വില. അത് ഞാൻ മേടിച്ചു, കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട്. അത് ഇതൊക്കെ എപ്പോ മേടിച്ചു? ക്യാമറ അവിടെ വച്ചിട്ട് വയലന്റ് ആവണം. അപ്പൊ അത്രയും വിലയുടെ സാധനം ഇട്ട് വെക്കാൻ ഇതെങ്കിലും വേണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ ഇത് വാങ്ങിയതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ, കാരണം ഇതിന്റെ ആധാരമൊക്കെ അവിടെ ഒളിപ്പിച്ച് വെക്കേണ്ടി വരുമെന്ന്. നോ ബേബി, ഞാൻ ആധാരത്തിൽ നിന്നല്ല എടുക്കുന്നത്. ദിസ് ഇസ് എന്റെ സ്വന്തം ഏർണിങ്സിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇത് വാങ്ങുന്നത്. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ മേക്കപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈസ സ്പെൻഡ് ചെയ്തത്. കാരണം ഇത് കണ്ണിന്റെ കാര്യമല്ലേ, നമ്മൾ ലോക്കൽ കോണ്ടാക്ട് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാം. ഇത് വെച്ച് മേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ സ്റ്റിൽ എൻ്റെ കണ്ണിലൊന്നും വെച്ചിട്ടില്ല, എനിക്ക് ആക്ച്വലി വെക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കണ്ണിന് ഉണ്ട്, ഭംഗിയുണ്ട്. പക്ഷെ കുറച്ചുകൂടെ പ്രൊമിനന്റ് ആയിട്ട് എടുത്ത് മേക്കപ്പ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നത്. സൊല്യൂഷൻ തുടങ്ങി എന്റെ പൊന്നോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എവിടെയൊക്കെ പോകായിരുന്നു, എന്നിട്ട് സ്ഥലങ്ങൾ കാണായിരുന്നു. എന്നിട്ടെന്നാ ഇതിങ്ങനെ അങ്ങ് അതെനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തെന്ന് ഒരു പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടിയിട്ട്. നിങ്ങളപ്പോ വേറെ എന്തെല്ലാം കാര്യത്തിന് പൈസ കൊടുക്കുന്നു? എന്ത് കാര്യത്തിന് ഞാൻ പറയുന്നില്ല. എനിവേ
ഇപ്പം ഇതെന്ന് വെച്ചാൽ തമാശകളിയല്ല, നിങ്ങൾ പലരും കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡാണ്. ഇതിന് മുമ്പ് ഞാൻ വാങ്ങിയിരുന്നു, അതിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ ഞാൻ വാങ്ങിയത്, ഈ കോൺടാക്ട് ലെൻസിൻ്റെ ഈ സൊല്യൂഷൻ വാങ്ങിയത്. അപ്പം നമ്മളൊരു കോൺടാക്ട് ലെൻസ് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ലെൻസ് കാർട്ടിൻ്റെ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പവർ കോൺടാക്ട് ലെൻസ് ആണ്. അപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിന്. അപ്പോൾ മാക്സിമം ആ ബ്രാൻഡിൻ്റെ തന്നെ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, എൻ്റെ ഒരു മനസ്സിലെ എനിക്ക് തോന്നിയ കാര്യം കേട്ടോ. വേറെയുള്ളവർക്ക് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.